ഹായ് ഹലോ നമസ്കാരം. ദിസ് ഈസ് മീ ആൻഡ് ബിയർ കാ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മളോട് 3 അതിഥികൾ ചേരുന്നു. നമസ്കാരം. ഫുൾ എനർജി ആണല്ലോ അല്ലേ? ഹായ് സാർ, വെൽക്കം. ഹലോ, ഹായ്. ഹൗസ് കേരള? ഇറ്റ്സ് വെരി നൈസ്. സത്യം പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഇപ്പൊ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുതിയ സ്കൂളിലൊക്കെ പുറത്തു നിന്നൊക്കെ ഒരു സ്റ്റുഡന്റ് വരുമ്പോ അവസ്ഥയുണ്ടല്ലോ, വിട്ടുമാട്ടം കളിക്കുന്നത് ആ ഒരു അവസ്ഥയിലാണ് തോന്നുന്നു. ഞാൻ ഹൈദരാബാദ് പോയിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന എന്റെ അവസ്ഥ. ശരിക്കും നമ്മുടെ കാ ഇന്ന് മലയാളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. തെലുങ്കിൽ ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മലയാളത്തിൽ റിലീസ് ചെയ്യാൻ പോവാണ്. എന്താണ് ശരിക്കും പറയാ കാ? വാട്ട് ഈസ് കാ? We can't reveal what is ka because the entire climax is something like you didn't experience and you didn't watch it on Indian screen till now. So you'll get to know the meaning of ka in the climax. Well, what was the first thing that comes to your mind when you heard the story about the car? I'm sorry, sir. Sorry. What was the first thing you got in your mind when you first heard the story of the car? I had this wow kind of factor. How this guy thought, how this guy has this idea. I really shocked, the climax part. Whenever I'm listening to the script, the climax part, it's completely like, wow, is this really happening, or I didn't know this thing kind of stuff. I didn't watch it in any films. I felt like wow factor. തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ തെലുങ്കിൽ ഇപ്പൊ രണ്ടാമത്തെ ചിത്രമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഭയങ്കര എന്റെ 2 സിനിമ ഇറങ്ങാനുണ്ട് ഇവിടെ. അല്ലെ, കൂടുതലും എന്തായാലും മലയാളമായിരിക്കും. അതെന്തായാലും മലയാളമായിരിക്കും. പക്ഷെ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. വേറെ ലാംഗ്വേജിൽ നിന്നും നമ്മൾ അറിഞ്ഞ് കണ്ടു വിളിക്കുന്നതും വീണ്ടും വീണ്ടും വിളിക്കുന്നതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്താ എങ്ങനെ കഥാപാത്രം എന്താണ്, എങ്ങനെയാണ്? രാധ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഈ സിനിമ കൂടുതലും ഒരു സ്റ്റാർട്ടിങ് വിത്ത് കുറച്ചൊരു ഡ്രാമ, പിന്നെ ഒരു പീരിയോഡിക് ത്രില്ലറാണ്. ഒരു ലവ് സീക്വൻസ് ഉണ്ട് കൂടെ. അപ്പോൾ അഭിനയ വാസുദേവാണ് കിരണിൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ അഭിനയ വാസുദേവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നടക്കുന്ന ഒരു കഥയാണ് ഇത് മുഴുവൻ. അപ്പോൾ അതിൻ്റെ പാരലായിട്ട് രാധ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെയും കഥ നടക്കുന്നുണ്ട്. അപ്പോൾ ആ രാധ എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഈ 2 ക്യാരക്ടർ അപ്പോൾ ഇത് 2 ഇങ്ങനെ പാരലായിട്ട് പോകുന്ന സമയത്ത് ഇവരെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റെവലേഷനാണ് നമ്മളെങ്ങനെയാണ് കണ്ടുമുട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ അതാണ് സുജയ് സാർ എങ്ങനെയാണ് നമ്മുടെ സിനിമയിലേക്ക് വരുന്നത്. ഈ സുജയ് സാർ പക്ക സ്റ്റൈലിസ്റ്റ് ആയിട്ടൊരു നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ വരുന്ന ഒരു വില്ലൻ ലുക്കില്ലേ, അതേപോലെ പക്ക സ്റ്റൈലിസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഇതിലൊരു വില്ലനാണോ? അല്ല, ഇതിലൊരു സാധാരണ ഒരു എന്നെ ഇതുവരെ കാണാത്ത ഒരു പരുവത്തിലായിരിക്കും. ഞാനൊരു സാധാരണക്കാരനായ ഒരു ഗ്രാമവാസി ഒരാളാണ്. നമ്മുടെ ഈ ഇങ്ങനെയൊന്നും അല്ല അപ്പിയറൻസ് ഒക്കെ. ഒരു പാവപ്പെട്ട പ്രായമുള്ള ഒരു സാധു മനുഷ്യൻ, അങ്ങനെ ഒരു നല്ല സംഭവം. നേരത്തെ ചോദിച്ചില്ലേ തൻവി മലയാളത്തിലേക്ക് ഇനി വരുമെന്ന്. സി വൺ ഗുഡ് തിങ് അബൌട്ട് ദ ന്യൂ ട്രെൻഡ്സ്, ഇപ്പം നമുക്ക് ഈ മലയാളം തമിഴ് ബാരിയേഴ്സ് ഒന്നും ഇല്ല. ഈവൻ ഒരു മലയാളം മൂവി പോലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാ ലാംഗ്വേജിലേക്കും വേണ്ടിയിട്ടല്ലേ. സോ തൻവി ഇവിടെ തന്നെ ഉണ്ടാവും. തൻവി ഇടയ്ക്കൊക്കെ പോയിട്ട് ലൊക്കേഷൻ മാത്രമേ ചേഞ്ച് ആവുള്ളൂ, സ്ഥലം മാത്രമേ വന്നു. ആൻഡ് വെരി ഗുഡ് ജോബ്. അത് എല്ലാ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലും പാൻ ഇന്ത്യയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റോറി അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ബിഗ് ഹിറ്റ് ഇൻ തെലുഗു. അതിൻ്റെ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് കേരളത്തിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും കൈരളി ടിവിയുടെ എല്ലാ പ്രേക്ഷകരും സപ്പോർട്ട് ചെയ്യുക. അതെ, കിടക്കട്ടെ. ഞാൻ മുമ്പേ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എങ്ങനെയാണ് ഈ സ്റ്റൈൽ? ഇത് കൈരളിയുടെ അഭിമാന പ്രശ്നമാണ്. കാരണം നമ്മള് കേരളത്തിലേക്ക് വന്ന ഒരു തെലുഗു പ്രൊഡക്ഷൻ കമ്പനിയെ നീട്ടി സ്വീകരിക്കുക, അതല്ലേ നമ്മുടെ ഒരു പാരമ്പര്യം. അതല്ലേ നല്ല കാര്യങ്ങളൊന്നും മലയാളികൾ കയ്യിലിട്ട് സ്വീകരിക്കും. അതെ അതെ, നല്ല സിനിമകളും സ്വീകരിക്കും അല്ലേ? നല്ല സ്വീകരിക്കും. കാരണം അതിന്റെ ഒരു തെളിവാണല്ലോ ദുൽഖറിന്റെ പ്രൊഡക്ഷൻ കമ്പനി തന്നെ മൂവി ഏറ്റെടുത്തിരിക്കുന്നത്. ജയഫർ എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡാണ്. അത് നല്ല സിനിമകളെ കൊണ്ടുവരുമെന്നൊരു ഇതുണ്ട്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ ഉത്തരം പറഞ്ഞില്ല. എങ്ങനെയാണ് ഈ സ്റ്റൈൽ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത്? അതിലൊരു ചെറിയ സംഭവമുണ്ട്. അതായത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മൾ മനസ്സിൽ ഒന്ന് ഒളിപ്പിച്ചു വെച്ച് മറ്റത് സംസാരിക്കുമ്പോഴാണ് നമ്മളല്ലാണ്ടായി. നമുക്ക് ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യണമെങ്കിൽ തിങ്ക് ചെയ്യുന്നത് സംസാരിക്കുക.
അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് പോസിറ്റീവായിരിക്കും. നമുക്ക് നെഗറ്റീവ് തിങ്കിങ് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ സ്റ്റൈൽ ആൻഡ് സ്മാർട്ടായി. അതിങ്ങനെ വളഞ്ഞു പിടിച്ചിട്ട് അങ്ങനെ ഇപ്പൊ എന്റെ സീക്രട്ട് അറിയാം. അല്ല പക്ഷേ പിന്നെ വേറെ പിന്നെ പേഴ്സണലി ഞാൻ വളരെ ഈ ഉള്ളത് കൊണ്ട് തൃപ്തിയാവുന്ന ടൈപ്പ് ഒരു മനുഷ്യൻ. എനിക്കധികം സിനിമയൊന്നുമില്ല, ഉള്ള സിനിമയിൽ നല്ല റോളുണ്ട്, ഹാപ്പിയാണ്. വൈകുന്നേരം ആകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കളിച്ചും ചിരിച്ചും ഒക്കെ ആയിട്ട് പോകുന്നതിൽ ത്രില്ലുള്ള ഒരാളാണ്. സോ മൈറ്റ് ബി അതായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് നല്ല ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടൊരു മനുഷ്യൻ അല്ലേ?